മാറാകട്ടെ. ഈ സമയം പ്രത്യേക ബഥേൽ മലയാളം ചർച്ച് ജർമ്മനിയിലുള്ള ദൈവസഭയായിട്ട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തി. പ്രാരംഭത്തിൽ എല്ലാ മഹത്വം എല്ലാ പുകഴ്ചയും കർത്താവിനെ മാത്രം അർപ്പിക്കുകയാണ്. പ്രത്യേക പ്രിയ കർത്താവദാസ ഷായിച്ചാനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് സ്തോത്രം 1-2 തവണ റാന്നിയിലുള്ള കർത്താവദാസ പ്രിൻസ് പാർഷെ ചർച്ചിൽ വെച്ച് സ്തോത്രം മീറ്റ് ചെയ്യുവാൻ ദൈവം ജീവിതത്തിൽ അവസരം ഒരുക്കി നൽകിയിട്ടുണ്ട്. ഒക്കെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവദാസന്റെ കുടുംബത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അവിടെയുള്ള എല്ലാ ദൈവമക്കളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. ഈ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ 7ാമത്തെ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് സ്തോത്രം ദൈവസ്ഥലായിരിക്കാൻ തൊപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവസ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ഈ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം പ്രൈസലോ, ഹല്ലേലൂയ, സ്തോത്രം പ്രൈസലോ. ഞാൻ സാധാരണ എല്ലാ വർഷവും 2 തവണ 21 days ഇരിക്കാറുണ്ട്. സ്തോത്രം പ്രൈസലോ. എന്നാൽ സീനിയർ ആയിട്ടുള്ള അഭിഷിക്തന്മാരൊക്കെ ഒത്തിരി ഉപദേശങ്ങൾ നൽകിയത് മുഖാന്തരം സ്തോത്രം അതിപ്പോ ഒന്നാക്കി ചുരുക്കിയിരിക്കുകയാണ്. ശരീരത്തിന് സ്തോത്രം അസ്വസ്ഥതകൾ ഉളവാകും എന്ന് അത് അവരറിയിച്ചത് മുഖാന്തരം ഉപദേശം നൽകി. എന്നാൽ സ്തോത്രം പ്രൈസലോ ഹല്ലേലൂയ, ഈ രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്നത് എനിക്കൊരു ആത്മീയ ഗൈഡൻസ് നൽകിയ, എന്നെ ശുശ്രൂഷയിൽ കൈപിടിച്ചുയർത്തിയ ഒരു അനുഗ്രഹിക്കുന്ന കർത്തദാസനുണ്ട്. അത് ഈ സമയം ഒന്ന് ഓർപ്പിക്കട്ടെ. ഇന്ന് നിത്യൽ വിശ്രമിക്കുന്ന കർത്താദാസ പാസ്റ്റർ തോമസ് അബ്രഹാം, തുടർന്ന് കുഞ്ഞുഞ്ചാൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ പ്രിൻസ് പാസ്റ്റർ ഫാദർ. അദ്ദേഹം 2000 ആണ്ടിൽ സ്തോത്രം എന്നോട് പറഞ്ഞു, മകനെ അർദ്ധരാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം, അത് ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ദൈവം നൽകും. ശുശ്രൂഷ തലങ്ങളിലും ആത്മീയ തലങ്ങളിലും ഒരു മാറ്റം ദൈവം തരുമെന്ന് പറഞ്ഞു. സ്തോത്രം ദൂത് പറഞ്ഞതല്ല, ഒരു ഉപദേശം നൽകിയത്. അന്നു മുതൽ ആ കർത്തൃത്വത്തിന്റെ വാക്ക് അനുസരിച്ച് സ്തോത്രം ഈ സമയം വരെ ദൈവസ്ഥിതി ഇരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഞാൻ ചില സമയങ്ങൾ ദൈവസ്ഥിതി പ്രാർത്ഥിക്കുകയായിരുന്നു. പറഞ്ഞു വന്നൊരു സാരാംശം സ്തോത്രം വലിയ ദൈവപ്രവൃത്തി അത് ആരംഭിച്ചത് മുഖാന്തരം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവ് ജീവിതത്തിൽ അവസരം ഒരുക്കി നൽകിയിട്ടുണ്ട്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പേര് ദൈവദാസ് ഓർപ്പിച്ചതുപോലെ സ്തോത്രം ബിബിറ്റ് എന്നാണ്. ഞാൻ റാന്നിയിൽ താമസിക്കുന്നു. അതോടൊപ്പം തന്നെ റാന്നിയിൽ സ്തോത്രം കർത്താദാസൻ പ്രിൻസ് പാസ്റ്റർ സെന്ററിൽ നെല്ലിക്കോണ്ടടുത്ത് കരിങ്കുറ്റി എന്ന സ്ഥലത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിലെ ശുശ്രൂഷകനായി ഇപ്പോൾ ദൈവത്തിന് കൃപയാൽ 5ാം വർഷം ആ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ അവസരം ഒരുക്കി. എനിക്ക് സ്തോത്രം ഹല്ലേലൂയ 2 കുഞ്ഞുങ്ങളുണ്ട്, ഭാര്യയുണ്ട്. മൂത്ത മകൻ 5 വയസ്സ് പ്രായം. സ്തോത്രം രണ്ടാമത്തെ കുഞ്ഞ് ഏകദേശം 1.5 മാസമായതേ ഉള്ളൂ. പ്രത്യേക വിലയേറിയ പ്രാർത്ഥനയെ പ്രത്യേക ചോദിക്കുകയാണ്. ഇതെല്ലാം പ്രാർത്ഥനയിൽ കൂടി ദൈവം നൽകിയ നന്മകളും ദൈവിക അനുഗ്രഹങ്ങളും ഒക്കെയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. 98 ജൂലൈ മാസം 14-ാം തീയതി ഏകനായി കർത്താവിനെ സ്വന്തം ശീതമായി ഭവനത്തിൽ സ്വീകരിക്കാനും 99-ൽ സ്തോത്രം ദൈവത്തിന്റെ വചനം പഠിക്കുവാനും ദൈവം ജീവിതത്തിൽ അവസരം ഒരുക്കി നൽകി. ഞാൻ സ്തോത്രം എന്നെ ഒന്ന് പരിചയപ്പെടുത്തി പോവുകയാണ്. എന്റെ പിതാവ് ഇന്ന് നിത്യൽ വിശ്രമിക്കുന്ന, മാതാവുണ്ട്, സഹോദരി കുടുംബം സ്തോത്രം ഇവരെല്ലാം ഇന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. റാന്നിയിലുള്ള ഐത്തല എന്ന സ്ഥലത്ത് സ്തോത്രം മങ്കുഴി ഉള്ള ഒരു ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിൽ ഇന്ന് കുടുംബമായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഞാൻ പറയുന്നത് 5 വർഷം എന്റെ കുടുംബത്തിന് വേണ്ടി സ്തോത്രം കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ വേണ്ടി ഞാൻ ദൈവസ്ഥിതി പ്രാർത്ഥിച്ചു. 5ാമത്തെ വർഷമായപ്പോൾ ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഓരോരുത്തരെ ദൈവത്തിന് കൃപയാൽ ദൈവം പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് കുടുംബമായി ഞങ്ങൾ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം ദൈവത്തെ അറിഞ്ഞതിന് ശേഷമുള്ള നന്മകളും ഒക്കെയുള്ളൂ ഇന്ന് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ഒത്തിരി പ്രതിസന്ധികളും വേദനകളും ഒക്കെ ആ സമയങ്ങളിൽ അലയടിച്ചെങ്കിലും അതിന്റെ എല്ലാം മധ്യത്തിൽ അനേക ദൈവജനത്തിന്റെയും ദൈവദാസന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവുമായി ദൈവത്തിന്റെ സാക്ഷിയുമായി പ്രീസലോഹാൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചു. പക്ഷെ നമ്മൾ തമ്മിൽ പരസ്പരം അറിയില്ല പ്രീസലോഹാൽ. എന്നാൽ ക്രിസ്തുവിന്റെ സ്നേഹം മുഖാന്തരം പ്രീസലോ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തെ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. ഒത്തിരി ജീവിതത്തെ അനുഭവത്തിൽ കൂടെ ഈ ചെറുപ്രായത്തിൽ കർത്താവ് കടത്തിവിട്ടുണ്ട്. അതിന്റെ എല്ലാം മധ്യത്തിൽ സ്തോത്രം എപ്പോഴും ഞാൻ പലപ്പോഴും ഓർപ്പിക്കാനുള്ളത്, നമ്മൾ പ്രാർത്ഥിച്ച് നേടുന്നതാണ് എന്നും നിലനിൽക്കുന്നത്, അല്ലാത്തതെല്ലാം താൽക്കാലികമാണ്. ഇന്ന് ദൈവനാമ മഹത്വത്തിൽ പറയട്ടെ. പ്രിയ കർത്താവദാസൻ ഷായിച്ചാന്റെ ഒക്കെ
പിതാവിന്റെ പെങ്ങൾ സ്തോത്രം എന്ന് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം. പ്രിയ പുത്തമ്പരയിലെ അമ്മച്ചി ഇന്ന് പ്രിയപ്പെട്ട മാതാവ് നിത്യത്തിൽ വിശ്രമിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി ഒത്തിരി ആത്മീയ കൈത്താങ്ങം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവാണ്. ഞാൻ പറഞ്ഞത് സ്തോത്രം. പ്രൈസ്. ഒരു ദിവസം ആ ഭവനത്തിൽ ആരുമില്ലാത്ത സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട പിതാവിനെ അയച്ച വീട്ടിൽ വരുത്തി സ്തോത്രം. ആ വീട്ടിൽ ഇരുന്ന് ആ ഭവനത്തിൽ ഇരുന്ന് അമ്മച്ചി തന്റെ ജീവിത അനുഭവങ്ങൾ ഞങ്ങളുമായി എന്നുമായിട്ട് ഷെയർ ചെയ്യുകയും അന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രിയപ്പെട്ട മാതാവ് ഒരു തീരുമാനം എടുപ്പിച്ചു. അമ്മച്ചി ഒരു മനുഷ്യനുകൾ കൈ നീട്ടാതെ മോനെ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നേടുക. ഇന്ന് രാത്രിയിൽ തിരുനാമ മഹത്വത്തിന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, അന്നെടുത്ത തീരുമാനത്തിൽ അമ്മച്ചി എടുപ്പിച്ച തീരുമാനമല്ല, അമ്മച്ചിയെ അതിനായി ദൈവം ഉപയോഗിച്ചു. എന്നാൽ സ്തോത്രം അന്ന് ആ കർത്താവിന്റെ പാദമെടുത്തെങ്കിൽ ഇരുവരും ഒന്ന് പ്രാർത്ഥിച്ച ആ സമയത്തിരുന്ന ആ തീരുമാനത്തിൽ ഇന്ന് വരെ ഉറച്ചു നിൽക്കുക. ഞാൻ പറയട്ടെ, അതാ ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചത്. സ്തോത്രം. ഈ 21 ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയങ്ങൾക്ക് നിശ്ചയമായിട്ടും ദൈവം മറുപടി നൽകും. അതുകൊണ്ടാണ് ഇരമ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം അരുളും. സ്തോത്രം. നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ നിശ്ചയമായും നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നമ്മുടെ അഭയയാചനകൾക്ക് സ്തോത്രം യഹോവയായി ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. അതാ ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചത്. 5 വർഷം ഭവനത്തിന് വേണ്ടി ദൈവസ്ഥിതി ഇടുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. സ്തോത്രം. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം ഓരോരുത്തരെയും പുറത്തു കൊണ്ടുവരിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ അലയടിച്ചു, ഒത്തിരി വേദനകൾ ജീവിതത്തിൽ അലയടിച്ചു. സഹോദരങ്ങളുടെ സ്നേഹം കുറഞ്ഞുപോയി, സഹോദരിയുടെ സ്നേഹം കുറഞ്ഞുപോയി. എന്തുകൊണ്ട്? യേശുവിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് മാത്രം. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്തോത്രം നിന്നിടുന്ന അകത്തുന്ന സത്യത്തിലും ആത്മാവിനും ആരാധിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ സ്തോത്രം കൂട്ടുകാരെ ഒറ്റപ്പെടുത്തി, ഏറ്റവും അടുത്ത സ്നേഹിതർ ഒറ്റപ്പെടുത്തി. എന്നാൽ സ്തോത്ര യേശു ഹല്ലേലൂയ സ്നേഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാതെ ആ കൃപയിൽ ദൈവം നിർത്തുവാനിടയായി തീർന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഞാൻ സ്തോത്രം അനുഭവങ്ങളൊന്നും തൊട്ടുപോകുന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ഒരു വർദ്ധന വേണ്ടിയൊക്കെ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, ദൈവം നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ദൈവത്തിന്റെ ആ സ്നേഹത്തിൽ ഏകനായി വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടു, വിശ്വാസത്തിൽ നിന്നു, കുടുംബങ്ങൾ ഒന്നൊന്നായി പുറപ്പെട്ടു. എന്നെ പരിഹസിച്ച എന്റെ സ്നേഹിതന്മാരെല്ലാവരും ഇന്ന് ഈ അനുഭവത്തിലാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, ആ സമയത്തെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം തന്റെ പ്രവൃത്തി സമയാസമയങ്ങളിൽ അയക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ വേഗത്തിൽ ഹല്ലേലൂയ നമ്മുടെ തിരുവചന ധ്യാനത്തിലേക്ക് പോകാം. പ്രത്യേക സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരു തീം ഉണ്ടല്ലോ. ഹോശേയ പ്രവചനം 6-ാം അധ്യായം 11-ാമത്തെ വചനമാണല്ലോ. അത് നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു ദൈവവചന വേദഭാഗമായി. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. സ്തോത്രം. യഹൂദയെ ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. ഹോശേയ എന്ന പേരിന്റെ അർത്ഥം രക്ഷ എന്നാണ്. ഹല്ലേലൂയ. ചെറിയ പ്രവാചകന്മാരുടെ 12 പുസ്തകങ്ങളിൽ ഹല്ലേലൂയ 1-ാമത്തേതാണ് ഈ ഹോശേയ പ്രവചനം. സ്തോത്രം. ഈ പുസ്തകം പ്രവാചകനും ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പ്രവാചകനും പ്രധാന കഥാപാത്ര വ്യക്തിയുടെ പേരിലാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതിൽ ബയേരിയുടെ മകനായ ഹോശേയ പ്രവാചകൻ വടക്കേ രാജ്യമായ ഇസ്രയേൽ നിവാസി ആണെന്നല്ലാതെ സ്തോത്രം മറ്റൊരു വിവരവും അവനെ കുറിച്ച് ലഭ്യമല്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വിവാഹിതനായ ഹോശേയയ്ക്ക് സ്തോത്രം 2 പുത്രന്മാരും ഒരു സ്തോത്രം പുത്രിയും ജനിച്ചു എന്നൊക്കെ വചനം പഠിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യവും അതോടൊപ്പം തന്നെ ഹോശേയ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യം 6-9 വാക്യം വായിക്കണ്ട, അവിടെയൊക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, താൻ ഉടമ്പടി ചെയ്ത ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് ഈ പ്രവചനത്തിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിൽ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് ഹോശേയയെ വിളിക്കാറ്. പഴയ നിയമത്തിലെ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് ഹോശേയയെ വിളിക്കാറ്. സ്തോത്രം. അപ്പോൾ ദൈവത്തിന് ഇസ്രയേലിനോടുള്ള ആഴമായ ഹല്ലേലൂയ സ്നേഹം, അവരെ ഉപേക്ഷിക്കുവാൻ
അവനെ പ്രേരിപ്പിച്ചുവെങ്കിലും വീണ്ടും കരുണാമയനായി അവിടെ വായിക്കുന്ന കരുണയോടെ യഥാസ്ഥാനപ്പെടുത്തുവാൻ സ്തോത്രപ്പെടുത്തുമെന്നുള്ള വാക്തത്വം നൽകുവാൻ അവൻ മറന്നില്ല. നമുക്ക് വേഗത്തിൽ സ്തോത്രം തിരുവചന ധ്യാനത്തിലേക്ക് ഒന്ന് ഓടിയെത്താം. ദൈവം നമ്മെ സഹായിക്കും. ഇവിടെ നാം വായിച്ചു, യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിന്റെ കപട മാനസാന്തരത്തെ കുറിച്ചൊക്കെ 5-ാം അധ്യായം 15-ാം വാക്യം തൊട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 5-ാമത്തെ അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേലിനുള്ള ദൈവത്തിന്റെ നീരസത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. ആ 5-ാം അധ്യായത്തിന്റെ 15 മുതൽ പഠിക്കുമ്പോൾ ഇസ്രായേലിന്റെ കപട മാനസാന്തരത്തെ കുറിച്ചാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വായിക്കുക, യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം തരുവാൻ മതിയായ ദൈവമാണ്. സ്തോത്രം. പ്രൈസ്. അതിനൊരു ഉദാഹരണം വേറെ ആരെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നില്ല. എന്നെ തന്നെ ഉയർത്തുവാണെന്ന് ആരും ചിന്തിക്കരുത്. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ദൈവത്തെ അറിഞ്ഞപ്പോൾ എന്റെ സ്ഥിതിഗതികൾക്കെല്ലാം ദൈവം മാറ്റം തരുവാനായി തീർന്നു. പ്രൈസ് ഹല്ലേലൂയ. എന്റെ കാരണം സ്തോത്രം. പ്രൈസ്. ഒരു ഭാഗത്ത് ഒതുക്കപ്പെട്ടവനായി ഒതുങ്ങിയിരുന്ന് സ്തോത്രം എല്ലാവരും തള്ളപ്പെട്ടവനായി ഒരിക്കലും സ്തോത്രം ആർക്കും പ്രയോജനപ്പെടത്തില്ല എന്ന് കുടുംബത്തിലുള്ളവർ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ദൈവം എന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന്റെ പ്രിയ മകനാക്കി ദൈവം തീർത്തു കഴിഞ്ഞപ്പോൾ സ്ഥിതിക്ക് ദൈവം മാറ്റം അയക്കുകയാ, അവസ്ഥകൾക്ക് ദൈവം മാറ്റം അയക്കുകയാ. ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമെ ഓർപ്പിക്കട്ടെ, നമ്മുടെ സ്ഥിതിഗതികൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ സ്തോത്രം പ്രൈസ് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. സ്തോത്രം. ഞാൻ ഹല്ലേലൂയ കൊല്ലത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്റെ കൂടെ ഒരു സഹശുശ്രൂഷകനായിരിക്കാൻ ദൈവ ജീവിതത്തിന് അവസരം ഒരുക്കി നൽകി. സ്തോത്രം. കർത്താദാസൻ തമ്പിച്ചാൻ പ്രാർത്ഥിച്ച് അങ്ങോട്ടൊരു ദൈവദാസന്റെ കൂടെ വിടുകയാണ്. ആ കർത്തൃത്വത്തിന്റെ അടുക്കൽ ചെന്ന് അദ്ദേഹം ഒരു കോട്ടയം സ്വദേശിയ. സ്തോത്രം. കോട്ടയം സ്വദേശിയ ദൈവദാസൻ സ്തോത്രം ഇവിടുത്തെ ഒരു വെക്കേഷൻ, ഒരാഴ്ചത്തെ വെക്കേഷൻ കാലയളവ് തൻ ഫാമിലിയായി തന്റെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കൊല്ലത്തുനിന്ന് കോട്ടയത്തുള്ള ഭവനത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഒരു ആഴ്ചയിലേക്ക് അല്പമായി ചില കാര്യങ്ങൾ ക്രമീകരിച്ച് എനിക്ക് നൽകിയിട്ട് സ്തോത്രം അദ്ദേഹം തന്റെ ഭവനത്തിൽ പോയി. ഞാൻ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം ഭവനത്തിലേക്ക് പോകുകയാണ്. സ്തോത്രം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധനായി ആ ഭവനത്തിൽ ഞാൻ കയറി നോക്കിയപ്പോൾ സ്തോത്രം ആ ഭവനത്തിലെല്ലാം ശൂന്യമാക്കിയിട്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വളരെ പ്രാർത്ഥനയോടിരിക്കുമ്പോൾ സ്തോത്രം ഞാൻ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് അവിടെയുള്ള അല്പം വെള്ളമെടുത്ത് തിളപ്പിച്ച് ചൂടാക്കി വെള്ളം കുടിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആ ദിനത്തിൽ അവിടെ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് സ്തോത്രം പ്രാർത്ഥന നടത്തുവാൻ വേണ്ടി പോകണം. ഹല്ലേലൂയ. പലരെയും ഫോണിൽ ബന്ധപ്പെട്ടും ആരെയും ലഭിച്ചില്ല. പിന്നെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ ഒരു സഹോദരൻ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ വിശ്വാസത്തിൽ വന്ന ഒരു സഹോദരനെ സ്തോത്രം ദൈവം ഒരുക്കി. അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരൻ. അദ്ദേഹത്തിലൂടെ ബൈക്കിൽ പുറകിലിരുന്നു കൊണ്ട് സ്തോത്രം ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഞാൻ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹവുമായി ഒരുമിച്ച് പോകുമ്പോൾ എന്റെ ഹൃദയത്തിലെ ചിന്ത, ഇന്ന് വൈകുന്നേരത്തെ അല്പം ആഹാരം ലഭിക്കുന്നത് ഒരുപക്ഷെ ആ വീട്ടിൽ നിന്നായിരിക്കാമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാരെല്ലാവർക്കും ഓരോ ഗ്ലാസ് ചൂടുവെള്ളം കൊടുക്കും. അപ്പോൾ ആ ഭവനത്തിന്റെ സ്ഥിതി നമുക്ക് മനസ്സിലായി. സ്തോത്രം. മടങ്ങി ഞാൻ എന്നെ കൊണ്ടുപോയ സഹോദരന്റെ ബൈക്കിൽ പുറകിലിരുന്നു കൊണ്ട് മടങ്ങി ഭവനത്തിലേക്ക് വരുമ്പോൾ എന്റെ ഹൃദയത്തിലെ ചിന്ത എന്താണെന്ന് അറിയുമോ? ഇന്ന് വൈകുന്നേരം സ്തോത്രം ഈ സഹോദരന്റെ ഭവനത്തിൽ നിന്ന് അല്പം ആഹാരം തരുമെന്നാണ്. എന്നാൽ താമസിക്കുന്ന വീടിന്റെ അവിടെ വന്നു പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന സഹോദരൻ അദ്ദേഹം കൈ തന്നിട്ട് അദ്ദേഹം പോകുകയാണ്. രാത്രിയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ വിഷമത്തോടെ ഇരുന്ന് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ അല്പം വെള്ളമെടുത്ത് കുടിച്ചിട്ട് പഴയ സ്തോത്രം നാട്ടിൽ പഴയ പുൽപ്പാ കിട്ടും. ആ പുൽപ്പായുടെ സ്തോത്രം പുറത്തിരുന്നു കൊണ്ട് മുഴങ്കാലം അടക്കി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പ്രാർത്ഥിപ്പാൻ തുടങ്ങി. സ്തോത്രം. അത് 11:30 രാത്രിയിൽ 11:30 11:45 ഇരുന്ന ഇരിപ്പിൽ അറിയാതെ കണ്ണുനീർ ഒഴുകി അറിയാതെ മയങ്ങിപ്പോയി. സ്തോത്രം. പെട്ടെന്ന് 12:30 ആയപ്പോൾ വീണ്ടും എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഞാൻ എന്റെ ദൈവത്തോട് സ്തോത്രം ഞാൻ പറഞ്ഞ പ്രാർത്ഥന വാചകം, കർത്താവേ എന്റെ ഭവനത്തിലായിരുന്നെങ്കിൽ സ്തോത്ര പ്രൈസ് എനിക്ക് നന്നായി വരതിരിച്ചു, എന്നാൽ ഇത് സഹിപ്പാനുള്ള കൃപ തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
ചെയ്തത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, അങ്ങനെ പാട്ടുപാടി ദൈവത്തെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ ഹല്ലേലൂയ, നമുക്ക് ഏവർക്കും പരിചിതം പഴയ ഒരു പാട്ടുണ്ട്. ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞ് ഉല്ലാസം എന്ന് പറഞ്ഞു പാടി ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തി എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുകയാ. ആ പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ സ്തോത്രം ചെയ്തിരിക്കുമ്പോൾ അത് കറക്റ്റ് 12:45 1 മിനിറ്റ് സമയമായപ്പോൾ ആരോ വന്ന് സ്തോത്രം ഗേറ്റിംഗിൽ വന്ന് മുട്ടുകയാ. സമയമായുണ്ട് ഇറങ്ങി നോക്കുവാൻ ഒരു ഭയം. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ദൈവജനമേ പേര് വിളിക്കുകയാ. സ്തോത്രം പേര് വിളിച്ച് ഞാൻ ഹാലലിയ പെട്ടെന്ന് തുറന്നു നോക്കിയപ്പോൾ സ്തോത്രം ആ സഭയിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു സെയിൽസ്മാൻ വിത്ത് ഡ്രൈവറാ. അന്ന് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിന് പോയിട്ട് അദ്ദേഹം മടങ്ങി വരുമ്പോൾ സ്തോത്രം രാത്രിയിൽ വാഹനം കൊണ്ട് ഗോഡൌണിലിട്ട് കടകം കാര്യങ്ങൾ വെച്ച് നടന്നു വരുമ്പോൾ 3 തവണ തന്നോട് ആരോ സംസാരിക്കുകയാ സ്തോത്രം എന്നെ കുറിച്ച്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ, എന്റെ ആവശ്യങ്ങൾ ദൈവമല്ലാതെ വേറെ ആരും അറിഞ്ഞില്ല, എന്റെ മാതാപിതാക്കൾ അറിഞ്ഞില്ല, കൂടപ്പുറപ്പുകൾ അറിഞ്ഞില്ല, കൂട്ടത്തിൽ എന്റെ കൂടെ വന്ന സ്തോത്രം സഹോദരൻ അറിഞ്ഞില്ല. എന്നാൽ നമ്മെ അറിയുന്നവനായി തമ്പുരാന്റെ പാദപീഠത്തിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അന്ന് അർദ്ധരാത്രിയിൽ സ്തോത്രം ഹല്ലേലൂയ സംസാരിക്കേണ്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവജനമേ ഓർപ്പിക്കട്ടെ, നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ, നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം സഹോദരങ്ങൾക്ക് പരിധിയുണ്ട്, സ്നേഹിതന്മാർക്ക് പരിമിതിയുണ്ട്. സ്തോത്രം നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ ബന്ധുക്കൾക്ക് പരിമിതിയുണ്ട്. എന്നാൽ പരിമിതിയില്ലാതെ നമ്മെ മാനിക്കുവാൻ കഴിയുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഈ 7ാമത്തെ ദിനത്തിൽ സ്തോത്രം ഭാഗികമായി പൂർണ്ണമായി ദൈവസന്നിധിയിൽ പല വിഷയങ്ങൾക്ക് വേണ്ടി ഇരുന്ന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രി ഒരനുഭവങ്ങളുടെ വിശ്വാസം അർത്ഥം പറയുക. ഹല്ലേലൂയ, ഞാൻ സ്തോത്രം എന്നെ ആദ്യം പ്രാർത്ഥിച്ച് മുൻപ് ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ സ്തോത്രം അന്ന് ഞാൻ ബാച്ചലറാ. ഹല്ലേലൂയ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ പ്രാർത്ഥിച്ചു വിടുന്നത് സ്തോത്രം ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പ്രിയപ്പെട്ട പിതാവാ. ഹല്ലേലൂയ, സ്തോത്രം കർത്താവദാസൻ പാസ്റ്റർ തോമസ് അബ്രഹാം സ്തോത്രം പ്രൈസ്. അദ്ദേഹം 3 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഒന്ന് പറഞ്ഞത് സ്തോത്രം ഹല്ലേലൂയ, ഒരു സ്തോത്രം ഹല്ലേലൂയ ഒരു വീട്ടിലും പോയി അന്തി ഉറങ്ങരുത്. 2ാമത്തെ കാര്യം പറഞ്ഞത് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം എല്ലാവരെയും ഒരുപോലെ കാണണം. വിശ്വസ്തയോടെ ദൈവത്തിന്. 3ാമത്തെ കാര്യം വിശ്വസ്തയോടെ ദൈവത്തിനോട് നിൽക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്നും ആ സ്തോത്രം ശബ്ദം പോലെ, മുഴങ്ങുന്ന ശബ്ദം പോലെ പല പ്രാവശ്യങ്ങളിൽ ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ഇന്നും പതിഞ്ഞു കിടക്കെ. ഞാൻ മുമ്പോട്ട് ഓടി പോകട്ടെ. സ്തോത്രം ആ ദൈവസഭയിൽ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഒരു ഞായറാഴ്ച എന്റെ സഹോദരൻ വിദേശത്തായിരുന്നു, അദ്ദേഹം നാട്ടിൽ വന്നു. എന്റെ സഹോദരി നല്ലൊരു ജോലി, അദ്ദേഹം നല്ല ജോലിയിൽ ഇരിക്കുകയാ. എന്റെ പിതാവ് അന്ന് ജീവനോടെ നല്ല ഉപജീവന മാർഗത്തിൽ ഏർപ്പെട്ടിരിക്കുകയാ. സ്തോത്രം അന്ന് പകൽ ഹല്ലേലൂയ ആരാധനയ്ക്ക് വേണ്ടി കടന്നു പ്രാർത്ഥിച്ച ദൈവം ഒരു വാഹനം നൽകി. ആ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുത്തപ്പോൾ ഹല്ലേലൂയ റാന്നിയിൽ നിന്ന് ഏകദേശം 8 കിലോമീറ്റർ അകലെ, അതായത് മന്ദവരി എന്ന സ്ഥലം വരെ പോകാനുള്ള ആഹാരമേ വാഹനത്തിനകത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവനാമത്തിൽ പറയട്ടെ, ആ ചാവിയെടുത്ത് സ്തോത്രം പേഴ്സ് എടുത്ത് ഹല്ലേലൂയ പെട്രോൾ ടാങ്കിന്റെ പുറത്ത് വെച്ചുകൊണ്ട് ദൈവത്തോട് കർത്താവേ ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാ. ഈ യാത്രയിൽ ഈ വാഹനം എവിടെയെങ്കിലും കിടന്നാൽ സ്തോത്രം പ്രൈസ്, നാണംകേട് എനിക്കല്ല അങ്ങേക്കാ. സ്തോത്രം ലജ്ജിക്കുവാൻ അനുവദിക്കരുത്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കട്ടെ, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചല്ലോ, ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന ഒരു പ്രിയപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട മാതാവ് ദൈവസ്ഥ തീരുമാനമെടുപ്പിച്ചു. അല്ലെങ്കിൽ ദൈവസ്ഥ ഞാനും ഒരു തീരുമാനമെടുത്തു, ഒരു മനുഷ്യന് മുമ്പിൽ കൈനീട്ടരുത്. ഇന്ന് രാത്രിയിൽ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമെ ഓർപ്പിക്കട്ടെ, പ്രാർത്ഥിച്ചാമീൻ പറഞ്ഞപ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഞാൻ ഏത് ഭാഗത്തുനിന്ന് പ്രാർത്ഥിച്ചു, ആ വീടിനകത്ത് ഒരു ചെറുപ്പക്കാരൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസ
ദാസ് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച ആമീൻ കഴിഞ്ഞ് ആമീൻ പറഞ്ഞ് വാഹനം എടുത്ത് മുമ്പോട്ട് എടുക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം വേഗത്തിൽ സ്തോത്രം ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് എന്നോട് പറയുക, അവിടെ നിൽക്കുവാൻ പറയുക. ഞാൻ അവിടെ നിന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അല്ല സഹോദര, പോകുവാൻ ഒത്തിരി സ്തോത്രം ടൈം ഒത്തിരി പോയി, എനിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സ്തോത്രം നിർബന്ധത്താൽ പറയും അവിടെ നിൽക്കാൻ പറയുക. ഞാൻ അവിടെ നിന്നപ്പോൾ ഇന്ന് രാത്രി ദൈവനാമ മഹത്വത്തിന് വേണ്ടി സ്തോത്രം പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, വിശ്വാസത്തിന്റെ വർദ്ധന വേണ്ടി ഓർപ്പിക്കട്ടെ. അദ്ദേഹം അകത്ത് ചെന്നിട്ട് സ്തോത്രം 1 ലിറ്ററിന്റെ കുപ്പി, അത് 7-അപ്പിന്റെ പച്ച നിറമുള്ള കുപ്പി എടുത്തോണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിനകത്തൂന്ന് എന്റെ വാഹനത്തിന് വേണ്ടത് ആഹാരം അദ്ദേഹം ഒഴിച്ചു തരികയാ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം സ്തോത്രം ക്ഷണത്തിൽ ദൈവപ്രവർത്തി അവിടെ വെളിപ്പെടുകയാ. ക്ഷണത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുകയാ. അതുകൊണ്ടാണ് പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യെശയ്യാ പ്രവചനം വായിക്കുന്നത്, യഹോവയെ തക്ക സമയത്ത് ശീഘ്രമായി അത് നിവർത്തിക്കും. സ്തോത്രം. വേഗത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നമ്മുടെ വിഷയത്തിന് വേണ്ടി, നാം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വേണ്ടി വേഗത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ താമസിക്കും തോറും അത് നന്മയ്ക്കായി തീർക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വേഗത്തിൽ ഓടിപ്പോകേണ്ട ദൈവജനമേ, സ്തോത്രം. ഞാൻ ഈ അനുഭവം ഒന്നും പറയാൻ വേണ്ടി നിന്നതല്ല. എന്തോ എന്റെ ഹൃദയത്തിൽ സ്തോത്രം ശക്തമേറിയ ഒരു നിയോഗം, ആത്മപ്രേരണ ലഭിച്ചുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞത്. സ്തോത്രം. ഇന്ന് രാത്രി മുൻപോട്ട് ഓടിപ്പോകട്ടെ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തിനായി നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ നമ്മുടെ സ്ഥിതിഗതികൾക്ക്, നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. സ്തോത്രം. നമുക്ക് സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് യോസേപ്പിനെ കുറിച്ച്. സ്തോത്രം. യോസേപ്പിന്റെ സ്ഥിതിഗതികൾക്കെല്ലാം ദൈവമാണ് അവിടെ മാറ്റം വരുത്തിയത്. ഉൽപ്പത്തി നമ്മൾ വായിക്കേണ്ട. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 37 മുതൽ 50 വരെയുള്ള അധ്യായങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോസേപ്പിന്റെ ഒരു ജീവചരിത്രമാണ്. സ്തോത്രം. 37-ാം അധ്യായത്തിന് 3-ാമത്തെ വചനം പഠിക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു, യോസേപ്പ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ സ്നേഹിച്ച് ഒരു നിലയങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി യോസേപ്പിന് പിതാവ് ഉണ്ടാക്കി കൊടുക്കും. നോക്കണം, അപ്പനാൽ അഥവാ സ്തോത്രം ഇസ്രായേൽ അല്ലെങ്കിൽ യാക്കോബിനാൽ വളരെയധികം സ്നേഹിക്കപ്പെട്ടവനായ യോസേപ്പ്, സ്തോത്രം, ആ പിതാവിനാൽ വളരെയധികം സ്നേഹിക്കപ്പെട്ടവന്റെ യോസേപ്പിന് നല്ലൊരു നിലയങ്കി ഇസ്രായേൽ തയ്ച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. 37-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ യോസേപ്പിന്റെ സ്വപ്നങ്ങളെ കുറിച്ചാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. അവിടെ മനസ്സിലാക്കുന്ന അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളിലും അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടപ്പോൾ അവനെ പകച്ച് അവനോട് സമാധാനം സംസാരിക്കുവാൻ അവർ കഴിഞ്ഞില്ല എന്നൊക്കെ അവിടെ മനസ്സിലാക്കുന്നുണ്ട്. സ്തോത്രം. യോസേപ്പ് കണ്ട സ്വപ്നത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാമല്ലോ. ആ ഭാഗത്തേക്കൊന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 37-ാം അധ്യായം സ്തോത്രം തകോട്ട് പഠിക്കുമ്പോൾ അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്ക്കുവാൻ ശേഖേമിൽ പോയത് യോസേപ്പിന്റെ സഹോദരന്മാർ. ഇസ്രായേൽ ഹല്ലേലൂയ യോസേപ്പിനോട് പറയുന്നുണ്ട്, നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആടുകളെ മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കൽ അയക്കും എന്ന് പറഞ്ഞതിന് സ്തോത്രം യോസേപ്പ് പറയുന്നുണ്ട്, ഞാൻ പോകാം എന്ന് പറഞ്ഞ് അങ്ങനെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ വേണ്ടി പിതാവിന്റെ വാക്കനുസരിച്ച് സ്തോത്രം ഹല്ലേലൂയ യോസേപ്പ് പുറപ്പെടുകയാണ്. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. അവൻ ശേഖേമിലെത്തിയതൊക്കെ വായിക്കുന്നുണ്ട്. അവൻ ബലിപ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടിട്ട്, നീ എന്ത് അന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു. അതിനെ പറയുന്നുണ്ട്, സഹോദരന്മാരെ അന്വേഷിക്കുന്നു, അവർ എവിടെ ആട് മേയ്ക്കുന്നു എന്ന് അറിയിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇവിടെ നിന്ന് പോയി നാം ദോതാനിലേക്ക് പോകുക എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവർ പറഞ്ഞു. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിതാവ് തയ്ച്ചു കൊടുത്ത എന്ന് ഞാനങ്ങ് പറയുക, അല്ലെങ്കിൽ സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം ഹല്ലേലൂയ, പിതാവ് സ്തോത്രം കൊടുത്ത ആ നിലങ്കി ധരിച്ചുകൊണ്ടാണ് സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി
യോസേഫ് പോയത്. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം 37-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ യോസേഫ് തന്റെ സഹോദരന്മാരുടെ സ്തോത്രം അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന സ്തോത്രം ഹല്ലേലൂയ നിലയങ്കി അവർ ഊരി. സ്തോത്രം ഹല്ലേലൂയ എന്നവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ ദൈവജനമേ, സ്തോത്രം മേത്തരമായ അനുഭവത്തിലേക്ക് സ്ഥിതിഗതികളെ മാറ്റി മേത്തരമായ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുക നമ്മുടെ സർവശക്തന് കഴിയും. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യോസേഫിന്റെ ജീവിതത്തിൽ ആ തിക്ത അനുഭവത്തിൽ കൂടെ സ്തോത്രം യോസേഫിന്റെ ജീവിതം മുൻപോട്ട് പോവുക. അവന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരുന്ന നിലയങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത ഒരു പൊട്ടക്കുഴിയായിരുന്നു എന്ന് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നവ അവിടെ നമ്മൾ വായിക്കുന്നത്. സ്തോത്രം നോക്കണമേ. തുറന്ന് നമുക്ക് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, മിദ്യാനെ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇസ്മായേലിയർക്ക് 20 വെള്ളിക്കാശ് വിറ്റു. അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കണമേ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ എത്തിയപ്പോൾ സ്തോത്രം ഹല്ലേലൂയ യോസേഫ് കുഴിയിൽ ഇല്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി എന്നൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. പിന്നെ ഒരു ദുഷ്ടമൃഗം വന്ന് കടിച്ചു കീറി എന്നൊക്കെ തൗട്ട് പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ നമുക്ക് സ്തോത്രം ഹല്ലേലൂയ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ പിതാവ് കേട്ടപ്പോൾ വസ്ത്രം കീറി ഹരിയിൽ 8 വിശല ചുറ്റി ഏറിയ നാൾ മകനെ ചൊല്ലി ദുഃഖിച്ചുകൊണ്ടിരുന്നതൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ്. നോക്കണമേ, അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 37-ാം അധ്യായത്തിന്റെ 28, 29 ഒക്കെ പഠിക്കുമ്പോൾ അതിനുശേഷം 39-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേഫ് പോത്തിഫാറിന്റെ ഭവനത്തിൽ വരികയാ. സ്തോത്രം. ഹല്ലേലൂയ. നോക്കണമേ, ഹല്ലേലൂയ. ഫറവോന്റെ അകമ്പടി നായകനായ പോത്തിഫാറിന്റെ ഭവനത്തിൽ വരികയാ. യഹോവ യോസേഫിനോട് ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രീമനായ യജമാനൻ വീട്ടിൽ പാർത്തു. യഹോവ അവനോട് കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതൊക്കെയും സ്തോത്രം യഹോവ സാധിപ്പിക്കുന്നെന്നും അവന്റെ യജമാനൻ കണ്ടിട്ട് സ്തോത്രം യോസേഫ് അവന് ഇഷ്ടനായി ശുശ്രൂഷ ചെയ്തു. അവനെ ഗൃഹവിചാരകനാക്കി തനിക്കുള്ളതൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. സ്തോത്രം. അങ്ങനെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, യോസേഫിന്റെ ജീവിതത്തിൽ ചില തിക്ത അനുഭവങ്ങളുടെ കടന്നു പോവുകയാ, ചില ശോധനകളുടെ കടന്നു പോവുകയാ. അപ്പനാൽ വളരെയും സ്നേഹിക്കപ്പെട്ട യോസേഫ് സ്തോത്രം ഹല്ലേലൂയ സഹോദരന്മാർ അവനെ പൊട്ടക്കുഴി, വെള്ളമില്ലാത്ത പൊട്ടക്കുഴി തള്ളിക്കിട്ടു. ഇവിടുന്ന് 20 വെള്ളിക്കാശ് ഇസ്മായേലിയർക്ക് വിൽക്കുകയാ. അവിടുന്ന് അവൻ പോത്തിഫാറിന്റെ ഭവനത്തിൽ വരികയാ. നോക്കണമേ, സ്തോത്രം. തുടർന്ന് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്തോത്രം പോത്തിഫാറിന്റെ ഭവനത്തിൽ നിന്ന് ഔഷധക്കാരിയ പോത്തിഫാറിന്റെ സ്തോത്രം ഭാര്യ മുഖാന്തരം അവൻ എവിടെ അകപ്പെടുകയാ? കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാ. സ്തോത്രം. കാരാഗ്രഹത്തിൽ യോസേഫ് അടയ്ക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചിന്തിച്ചു യോസേഫിനെ കുറിച്ചുള്ള ഇവന്റെ ജീവിതം ഇതുകൊണ്ട് തീർന്നു, ഇതുകൊണ്ട് അവസാനിച്ചു. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം ഹല്ലേലൂയ, പരാജയപ്പെട്ടിടുന്ന ഒരു ഉയർച്ച ദൈവം നമുക്ക് നൽകുന്നത്. സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, യോസേഫിനെ യജമാനനെ പിടിച്ച് രാജാവിന്റെ ബദ്ധന്മാർ കിടക്കുന്ന കാരാഗ്രഹത്തിലാക്കി. അങ്ങനെ അവൻ കാരാഗ്രഹത്തിൽ കിടന്നു. സ്തോത്രം. അങ്ങനെ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്ന കാരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി എന്നൊക്കെ അവിടെ വായിക്കുമ്പോൾ 39-ാം അധ്യായത്തിന്റെ അവസാന വേദഭാഗങ്ങൾ പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരാഗ്രഹത്തിലെ സകല ഭക്തന്മാരെയും കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അവന്റെ പ്രവർത്തിക്കൊക്കെയും അവൻ വിചാരകനായിരുന്ന മനസ്സിലാക്കാൻ ഇവിടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്തോത്രം യോസേഫിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റം അയക്കുകയാണ്. സ്തോത്രം. യോസേഫിന്റെ സ്ഥിതിക്ക് ദൈവം ഒരു മാറ്റമായിരിക്കും. ഇന്ന് രാത്രിയിൽ സ്തോത്രം ഈ പ്രഭാതത്തിൽ ഇന്ത്യൻ സമയം പ്രഭാതത്തിൽ വളരെ ഏറെ സ്തോത്രം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു സന്ദേശമാണ് ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ തിരുനാമകത്വം പറയട്ടെ, രാവിലെ ഏറിയ സമയം ദൈവസന്നിധിയിൽ വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച കർത്താവേ ഒരു ആലോചന, ഒരു ദൂത് തരണമേ എന്ന് പറഞ്ഞ് സ്തോത്രം ദൈവസന്നിധി
ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ദൈവവചനമാണ് ഇന്ന് രാത്രി സംസാരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ സന്ധ്യയിൽ ദൈവസഭയിൽ വചനം സംസാരിച്ചത് എടുത്ത് സംസാരിച്ചാൽ ആരും അറിയത്തില്ല. പക്ഷേ നാം ദൈവസന്നിധിയിൽ അതിനെല്ലാം കണക്ക് കൊടുക്കണം. ദൈവം നൽകിയ ഒരു ആലോചനയാണ് ഇന്ന് രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. സ്തോത്രം. യോസേഫിന്റെ ജീവിതത്തിൽ വലിയ ശോധനകൾ വരികയാ, സഹോദരന്മാർ തള്ളുകയാ, സ്തോത്രം, പൊട്ടക്കുഴിയിൽ അകപ്പെടുകയാ, വീണ്ടും അവിടുന്ന് കയറ്റി 20 വെള്ളിക്കാശിന് മിദ്യാന്യർക്ക് വിൽക്കപ്പെടുകയാ. നോക്കണമേ, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയാ. സ്തോത്രം. ആ കാരാഗ്രഹത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പക്കാരനും പാനപാത്രം ആഗ്രഹിച്ചിരിക്കുകയാ. സ്തോത്രം. അവർ കണ്ട സ്വപ്നം യോസേഫ് വ്യാഖ്യാനിക്കുകയാ. തുറന്നു വിടുമ്പോൾ ഹല്ലേലൂയ, ഫറവോന്റെ 41-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫറവോന്റെ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ആരുമില്ലാതിരിക്കുമ്പോൾ പാനപാത്രമാകുകൻ സ്തോത്രം പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഫറവോനോട് പറയുന്നത്, ഞാൻ എന്റെ കുറ്റം ഓർക്കുന്നു. ഫറവോൻ അടിയങ്ങളോട് കോപിച്ചു, എന്നെയും അപ്പക്കാരുടെ പ്രമാണിയും അകമ്പടി നായകന്റെ വീട്ടിൽ തടവിലാക്കിയിരുന്നുവല്ലോ. അവിടെ വെച്ച് ഞാനും അവനും സ്തോത്രം രാത്രിയിൽ തന്നെ സ്വപ്നം കണ്ടു, വെവ്വേറെ അർത്ഥമുള്ള സ്വപ്നം. സ്തോത്രം. അത് ഒരുവൻ വ്യാഖ്യാനിച്ചു, എബ്രായരിൽ ഒരുവൻ വ്യാഖ്യാനിച്ചു. സ്തോത്രം. അത് അതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഉടനെ ഫറവോൻ യോസേഫിനെ വിളിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 41:14 വായിക്കുന്നത്, ഉടനെ ഫറവോൻ യോസേഫിനെ വിളിപ്പിച്ചു. അവന് വേഗത്തിൽ കുണ്ടറയിൽ നിന്ന് ഇറക്കി അവനെ ശൈരം ചെയ്യിച്ചു. സ്തോത്രം. വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. നോക്കണമേ, പിതാവ് തയ്ച്ചു കൊടുത്ത വസ്ത്രം, ആ നിലയെങ്കി അത് നഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. 41:14 വായിക്കുമ്പോൾ, രാജകൊട്ടാരത്തിൽ ഫറവോന്റെ അടുക്കൽ വരുമ്പോൾ അവന്റെ വസ്ത്രം മാറി ഫറവോന്റെ അടുക്കൽ ചെന്നു. ഫറവോൻ കണ്ട സ്വപ്നങ്ങൾ അവിടെ വ്യാഖ്യാനിക്കുകയാണ്. നോക്കണമേ, സ്തോത്രം. 7 വർഷം ദേശത്ത് ക്ഷാമവും 7 വർഷം സമൃദ്ധിയും എന്നൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ട് അവിടെ മനസ്സിലാക്കുന്നത് ഫറവോൻ തന്നെ ഭൃത്യന്മാരോട് പറയുന്നുണ്ട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞ് പിന്നെ ഫറവോൻ യോസേഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെ പോലെ നിഷ്കളങ്കനും ജ്ഞാനമുള്ളവൻ ഒരുത്തനുമില്ല. നീ എന്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും. നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം സ്തോത്രം ഹല്ലേലൂയ ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞ് ധൃത പഠിക്കുമ്പോൾ യോസേഫ് മിസ്രയീമിൽ അധികാരിയാകുക. നോക്കണമേ പ്രിയപ്പെട്ട ദൈവജനമേ, വേദനാജനകമായ അനുഭവത്തിൽ കൂടെ യോസേഫിന്റെ ജീവിതത്തിന്റെ യാത്ര മുന്നോട്ട് പോയപ്പോഴും സ്തോത്രം ഹല്ലേലൂയ അപ്പൻ കൊടുത്തയച്ച വസ്ത്രം സഹോദരന്മാർ സ്തോത്രം അഴിച്ചു മാറ്റി. അത് പൊട്ടക്കുഴി ആ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ വളരെ ശോധനയിൽ കൂടെ, മാനുഷിക ആലോചനയിൽ സഹോദരന്മാരുടെ ഗൂഢാലോചനയുടെ ഫലമായി ആ ശോധനയിൽ കൂടെ യോസേഫ് കടന്നുപോയെങ്കിലും ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യോസേഫിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ ദൈവിക പദ്ധതിക്കകത്ത് നിന്നുകൊണ്ട് യോസേഫിന്റെ ജീവിതത്തിന്റെ യാത്ര മുന്നോട്ട് നയിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, യഹോവയായി ദൈവം യോസേഫിനെ ഉയർത്തുകയാ. യഹോവയായ ദൈവം യോസേഫിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തുകയാ. യഹോവയായ ദൈവം അവന്റെ സ്ഥിതിക്ക് വലിയൊരു ചേഞ്ച് അവിടെ നൽകുക. ഇന്ന് രാത്രിയിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ദൈവത്തിന്റെ ആത്മാവിൽ ദൈവം നൽകിയ സ്തോത്രം ഹല്ലേലൂയ വചനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ സ്ഥിതിഗതികൾക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് സ്തോത്ര ശോധനകൾ ഒന്നൊന്നായി ജീവിതത്തിൽ അലയടിച്ചേക്കാം, വേദനകൾ ഒന്നൊന്നായി ജീവിതത്തിൽ അലയടിച്ചേക്കാം. സ്തോത്രം. എല്ലാവരും നമ്മെ തള്ളിയേക്കാം, എല്ലാവരും നമ്മെ ഒറ്റപ്പെടുത്തിയേക്കാം. സ്തോത്രം. എന്നാൽ നമ്മെ ഒറ്റപ്പെടുത്താതെ, നമ്മെ തള്ളാതെ, മാറോട് ചേർത്തണച്ച് സ്തോത്രം നമ്മെ വഴി നടത്തുന്ന ഒരുവനുണ്ട്. അവനാ നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുന്നത്. ദൈവം ഒരു വഴി തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ദൈവം നമ്മുടെ സ്ഥിതിയിലേക്ക് മാറ്റം വരുത്തിയാൽ അതാർക്കും തടുക്കുവാൻ സാധ്യമല്ല. സ്തോത്രം.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രി വ്യക്തമായി ദൈവാത്മാവ് അറിയിക്കുകയാ, ചില ജീവിതങ്ങളുടെ സ്ഥിതിഗതികൾക്ക് സ്തോത്രം നമ്മുടെ സ്വർഗീയ പിതാവ് മാറ്റം അയക്കും. ചില വേദനകൾ കൂടെ, ചില ഭാരത്തിൽ കൂടെ സ്തോത്രം ജീവിതത്തിന് മുമ്പിൽ ശോധനകൾ അടിക്കടി വന്നുകൊണ്ട്, വേദനകൾ അടിക്കടി വന്നുകൊണ്ട് പലപ്പോഴും എന്താണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് സ്തോത്രം ആരോടും പറയാതെ മനോവേദനയോടെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യോസേപ്പിന്റെ സ്ഥിതിക്ക് മാറ്റം നൽകിയ ദൈവം നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ അവൻ മതിയായ ദൈവമാ. അവൻ വിശ്വസ്തന, അവന്റെ പ്രവൃത്തി നിശ്ചയമായും കുടുംബങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ തലമുറകൾ ദൈവം അയച്ച് സ്തോത്രം അവൻ മാനിക്കുക തന്നെ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലിനായി, വിശ്വസ്തയ്ക്കായി നന്ദിയോടെ ഇന്ന് രാത്രി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, സ്തോത്രം യോസേപ്പിന്റെ സഹോദരന്മാർ ചിന്തിച്ചു, ഹല്ലേലൂയ, സ്തോത്രം കാരാഗ്രഹം കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന്, എല്ലാം തീർന്നു എന്ന്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യോസേപ്പിന്റെ ജീവിതത്തിന്റെ യാത്ര അവിടെ നിന്ന് ആരംഭിക്കാനുള്ളതായത്. സ്തോത്രം, എവിടെ നീ ഒറ്റപ്പെടുത്തു, ഏത് സ്പോട്ടിൽ ആരാ നീ ലജ്ജിതനായി തീർന്നു, ഏത് സ്പോട്ടിൽ ആരാ നീ തള്ളപ്പെട്ടോ, സ്തോത്രം എവിടെ വെച്ച് നാം നിന്നതനായി തീർന്നു, ആ സ്പോട്ടിൽ കൊണ്ടുവന്ന് നമ്മെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്, ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്. സ്തോത്രം, വലിയൊരു സമുദായിക പശ്ചാത്തലത്തിൽ നിന്ന് സ്തോത്രം യേശുവിനെ അറിഞ്ഞത്, യേശുവിന്റെ സ്നേഹം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞത്, എന്റെ വീട്ടിൽ ഒരു പ്രാർത്ഥന നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട വൈദികരും പ്രിയപ്പെട്ടവരും വന്ന് എന്റെ ഭവനത്തിൽ പ്രാർത്ഥന തടസ്സപ്പെടുത്തി. വളരെ വേദനാജനക അനുഭവത്തിൽ കൂടി ജീവിതയാത്ര മുന്നോട്ട് പോയി. പിന്നത്തേതിൽ സ്തോത്രം ആരെല്ലാം ഭവനത്തിൽ വന്നു, അവരുടെ വീടുകളിൽ ചെന്ന് അവരുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം ജീവിതത്തിൽ അവസരമൊരുക്കി. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ജീവിതത്തിന് അനുഭവത്തിൽ നിന്ന് പറയട്ടെ, സ്തോത്രം പരാജയപ്പെട്ടുപോയി എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നമ്മെ ജയത്തോടെ നടത്തുന്നവനായ നമ്മുടെ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വീട് തുറന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വേഗത്തിൽ ഒന്നിന്റെ ഭാഗത്തേക്കൊന്ന് ഓടിയെത്തി സ്തോത്രം നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. യോസേപ്പിന്റെ സ്ഥിതിക്ക് മാറ്റം നൽകിയ ദൈവം ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, നമ്മുടെ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. സ്തോത്രം, അതുകൊണ്ടാണ് സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ അസാധ്യം, ദൈവത്താലെല്ലാം സാധ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായത്തിലേക്കൊക്കെ ഓടിയെത്തുമ്പോൾ, 16-17 അധ്യായത്തിലേക്കൊക്കെ ഓടിയെത്തുമ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം, ദാവീദിനെ കുറിച്ച്. അതിനു മുമ്പ് യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 10-ാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. ഹന്നയുടെ ജീവിതത്തിൽ സ്തോത്രം അസാധ്യമായ ഒരു വിഷയം ഉണ്ടായിരുന്നു, വേദനാജനകമായ ഒരു വിഷയം ഉണ്ടായിരുന്നു. സ്തോത്രം, അതിന്റെ ഹല്ലേലൂയ 5, 6, 7 ഇത് അങ്ങോട്ടുള്ള ദൈവജന വേദഭാഗങ്ങൾ പഠിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹന്നയ്ക്കോ അവൻ ഹന്നയെ സ്നേഹിക്കുകൊണ്ട് ഇരട്ടി ഓഹരി കൊടുക്കും, എന്നാൽ യഹോവയെ അവളുടെ ഗർഭം അടച്ചിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യഹോവയെ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം മുഷിപ്പിച്ചു എന്നാണ് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, അവിടെ ഈ എൽക്കാനയുടെ കുടുംബത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. സ്തോത്രം, എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ, സ്തോത്രം, ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒറ്റ വിഷയമേ ഉള്ളൂ, അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു, അവൾ ഒരു നേർച്ച നേർന്നു എന്നാണ് 11-ാം വാക്യം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ. സൈന്യങ്ങളുടെ യഹോവേ, അടിയനെ സങ്കടം നോക്കി അടിയനെ ഓർക്കുക, അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ. സ്തോത്രം എന്നവിടെ വായിക്കുകയാ. പ്രൈസ് നോക്കണമേ, ഹല്ലേലൂയ, പ്രൈസ് ഹല്ലേലൂയ.
ദൈവമാണ് ആ നന്മയെ അടച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അവളെ വ്യസനിപ്പിക്കുവാൻ ഒരു പ്രതിയോഗിയെയും ഒരുക്കിയത് എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ദൈവമാണ്. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, ആ വേദനാജനകമായ അനുഭവത്തിൽ കൂടെ സ്തോത്രം ആ ദൈവദാസിന്റെ ജീവിതയാത്ര മുൻപോട്ട് പോകുമ്പോഴും ആ ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോഴും അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ട് സ്തോത്രം അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ. ഹല്ലേലൂയ. അവിടെ നമ്മുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. എന്റെ ഹൃദയം യഹോവയുടെ സന്നിധിയിൽ എന്റെ ഹൃദയം പകരുക അത്രേ ചെയ്തത്. ദൈവസന്നിധിയിൽ ഹൃദയം പകർന്നുകൊണ്ട് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹന്നയുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുളവാകത്തക്ക നിലയിൽ, ഹന്നയുടെ ജീവിതത്തിൽ സ്തോത്രം ഹല്ലേലൂയ അസാധ്യമായ സ്തോത്രം ജീവിത സാഹചര്യങ്ങളിൽ സാധ്യകരമായ അനുഭവം ഉളവാകത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുകയാ. നോക്കണമേ, സ്തോത്രം ഹല്ലേലൂയ. ദൈവം അവിടെ തുറന്നു കഴിഞ്ഞപ്പോൾ, അവിടെ നന്മയുടെ വഴി തുറന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാൻ മുതൽ ബേർശേബ വരെ വളരെ ഒരു വിശ്വസ്തനായ ഒരു പ്രവാചകനെ അവളെന്ന് ദൈവം പുറത്തു കൊണ്ടുവരികയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവജനമേ ഓർപ്പിക്കട്ടെ, സ്തോത്രം ഹല്ലേലൂയ, ചില നന്മകളെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവുകയാ. ചില ജീവിത അനുഭവങ്ങളിൽ അനുഭവിക്കുന്ന വ്യതകളെ ദൈവം മാറ്റിക്കൊണ്ട്, സ്തോത്രം നിരാശകളെ ദൈവം മാറ്റിക്കൊണ്ട്, ചില പ്രതിസന്ധികളെ ദൈവം മാറ്റിക്കൊണ്ട്, ചില വേദനകളെ ദൈവം മാറ്റിക്കൊണ്ട്, ചില നന്മകളെ അറിയപ്പെടത്തക്ക നിലയിലുള്ള ചില നന്മകളെ കർത്താവ് തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കർത്താവദാസൻ സ്തോത്രം ഈ പ്രാർത്ഥനയെ കുറിച്ച് ഓർപ്പിച്ചപ്പോൾ സ്തോത്രം അന്ന് രാത്രിയിൽ, അന്ന് പകൽ, അന്ന് രാത്രിയിലൊക്കെ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകിയ വേറൊരു ചിന്തയാ. അത് ഞാൻ ഹൃദയം തുറന്ന് സത്യമായിട്ട് പറയട്ടെ, ദൈവത്തിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തെ കുറിച്ചൊക്കെ ഒത്തിരി ചിന്തകൾ കടന്നു പോകുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ നൽകിയതാണ്, ഹല്ലേലൂയ, സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം നൽകും. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഹല്ലേലൂയ, സ്തോത്രം, എല്ലാവരോടും അല്ലെങ്കിൽ ഒരു വ്യക്തിയോടെങ്കിലും പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് സ്തോത്രം ഇന്ന് രാത്രിയിൽ നാം ഒരുമിച്ചായിരിക്കുന്നത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നിന്റെ വേദനകളെ ദൈവം മാറ്റും. സ്തോത്രം. നിന്റെ പ്രതിസന്ധികളെ കർത്താവ് മാറ്റും. ഉള്ളിൽ വേദനിക്കുകയല്ലേ, ഭാരപ്പെടുകയല്ലേ, എന്റെ ജീവിതത്തിൽ ഒരു നന്മ, ഈ നന്മയുടെ വഴികൾ എല്ലാം അടയപ്പെടുകയാണല്ലോ, എന്റെ സ്തോത്രം ജീവിതത്തിൽ മുന്നേറ്റമില്ലല്ലോ എന്ന് ഓർത്ത് വ്യാകുലതയോടിരിക്കുന്ന, അല്ലെങ്കിൽ സ്തോത്രം മനോവ്യസനത്തോടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലെ ഓർപ്പിക്കട്ടെ, സ്തോത്രം ഹന്നയുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി അയച്ച് അസാധ്യമായ വിഷയത്തിന് ഒന്നുകൂടെ ഊന്നി പറഞ്ഞാൽ, സ്തോത്രം അസാധ്യമായ വിഷയത്തിന് ഹല്ലേലൂയ ആ മറുപടി യഹോവയായ ദൈവം ഹന്നയുടെ കരത്തിൽ നൽകി ദൈവത്തെ ആദരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ചില ദൈവിക നന്മകൾ കരത്തിൽ ലഭിക്കത്തക്ക നിലയിൽ, അത് ശാരീരിക നന്മയാകട്ടെ, സ്തോത്രം ഹല്ലേലൂയ, ആത്മീക നന്മയാകട്ടെ, ഭൗതിക മേഖലകളിലാകട്ടെ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ചില നന്മകളെ കരത്തിൽ ലഭിക്കത്തക്ക നിലയിൽ ഒരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അയക്കുകയാണ്. ഇന്ന് രാത്രി സ്തോത്രം ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വചനം ഇന്ന് രാത്രി ശക്തമായി ക്രിയ ചെയ്യുക. ഈ വചനത്തിന് ശക്തി വ്യാപരിച്ച് ചില ക്രിയകൾ ഇന്ന് രാത്രി സംഭവിക്കുക. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നുണ്ട്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനമാകിയാൽ ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പ്രകാശത്തേക്കാൾ അതിവേഗം സഞ്ചരിക്കുന്നതാണ് ദൈവത്തിന്റെ ജീവനുള്ള വചനം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ ആരെങ്കിലും അവിടെ നിന്ന് ജർമ്മനിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിന് ശക്തി വ്യാപരിച്ച് അതിന്മേൽ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാ. സ്തോത്രം. ഇന്ത്യയിൽ നിന്ന് അവിടെയുള്ള ആ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഇവിടുന്ന് ഒരുവൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ
വചനത്തിന് ശക്തിയുണ്ട്. അത് വ്യാപരിച്ച് വിടുതൽ നൽകുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, പ്രൈസ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ദൈവ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് ചില വിടുതലുകളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. തന്റെ നിസ്സഹായാവസ്ഥയിൽ ഹാഗാർ നിസ്സഹായാവസ്ഥയിൽ തലമുറയെ ഓർത്ത് സ്തോത്രം അൻപിൻപാട് ദൂരത്ത് മാറി നിന്നുകൊണ്ട് ഹല്ലേലൂയ കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഉറക്കം നിലവിളിക്കുമ്പോൾ സ്തോത്രം ബാലന്റെ നിലവിളി ദൈവം കേൾക്കുകയാ. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, ദൈവസഭയുടെ ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും 7ാമത്തെ പകൽ ഈ ദിനത്തിൽ സ്തോത്രം ഒരുമനപ്പെട്ട സഭ ഒരുമനപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നിലവിളി കേട്ട് നമ്മെ അറിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഒരിക്കലും തന്റെ നിസ്സഹായ അവസ്ഥയിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് വേദനയോടുകൂടി ഹാഗാറിരിക്കുമ്പോൾ ഹാഗാറിന് വേണ്ടി തന്റെ പൈതലിന് വേണ്ടി മരുഭൂമിയിൽ ഉറവ തുറന്ന ദൈവം ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ. അടയപ്പെട്ട ചില വഴികളും വാതിലുകളും ഇന്ന് രാത്രി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തുറന്നവരെയും കൽപ്പിക്കുകയാ. അത് ശാരീരിക നന്മയാകട്ടെ, സ്തോത്രം ആത്മീക നന്മയാകട്ടെ, ഭൗതിക തലങ്ങളിലാകട്ടെ, ഇന്ന് രാത്രി യേശു ക്രിസ്തു അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുകയാ. ചില വഴികൾ തന്നെ ജനത്തിന് തുറന്നു വരികയാ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുക. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. അസാധ്യ മേഖലകൾ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. പിതാവ് യേശുവിന്റെ നാമത്തിൽ അസാധ്യ മേഖലകളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്തോത്രം, പ്രൈസ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ തമ്മിൽ സ്തോത്രം വിദൂരയിലാണെങ്കിലും ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ആത്മാവിൽ ആരാധിക്കുവാൻ ആത്മനിയോഗമുള്ള സ്തോത്രം ദൈവജനം ആത്മാവിൽ ആരാധിക്കുക. വചനം ഏറ്റെടുത്ത് ആരാധിച്ച് സ്തോത്രം അതിന്മേൽ ജയം പ്രാപിക്കുക. അവിടെ ദൈവപ്രവൃത്തി നിശ്ചയമായും കർത്താവ് അയക്കുക തന്നെ ചെയ്യും. സ്തോത്രം, പ്രൈസ്. ഹല്ലേലൂയ പ്രൈസ്. സ്തോത്രം, പ്രൈസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഇവിടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് വേദനാജനകമായ അനുഭവത്തിൽ കടന്നുപോയ ആ ദൈവദാസിയുടെ ഹന്നയുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം അയക്കുകയാണ്. സ്തോത്രം, പ്രൈസല്ലോ പ്രൈസല്ലോ ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, നമ്മുടെ ദൈവം അത്ഭുതം ചെയ്യുന്ന ദൈവം. നമുക്ക് വേണ്ടി ഇന്നും പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവം അവൻ ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. സ്തോത്രം, പ്രൈസല്ലോ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, എന്റെ മൂത്ത മകൻ സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ വൈഫ് ഉദരത്തിൽ ഉരുവായി. സ്തോത്രം, പ്രൈസ് ഹല്ലേലൂയ. കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റൽ ഡെലിവറിക്കായി സ്തോത്രം പ്രൈസ് അഡ്മിറ്റ് ആകുന്ന സമയത്ത് ലാസ്റ്റ് സ്കാനിങ് റിപ്പോർട്ട് വന്നത് കുഞ്ഞ് ഉദരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞത്. സ്തോത്രം. എന്നാൽ അതിൽ പെയിനായി ഹോസ്പിറ്റൽ വൈഫിനെ അഡ്മിറ്റ് ചെയ്തു. സ്തോത്രം. ആ പ്രഭാതത്തിൽ 5:30 ആയപ്പോൾ സ്തോത്രം എന്റെ ഒരു സ്നേഹിതനായ ദൈവദാസൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അത്ഭുതം കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവനാമ മഹത്വത്തിൽ ഓർപ്പിക്കട്ടെ കർത്താവ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, പ്രൈസ്. വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ആ ഹോസ്പിറ്റൽ വരാന്തയിൽ കൂടെ പ്രാർത്ഥിപ്പാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, പ്രൈസ് ഹല്ലേലൂയ പ്രൈസ്. ഞാൻ അറിയാത്ത ഒരു സ്തോത്രം ഡോക്ടർ അവിടെ വരികയാണ്. കാണിച്ചു, വൈഫിനെ കാണിച്ചു. ഡോക്ടർ ലീവിലായി. ഞാൻ അറിയാത്ത ഒരു ഡോക്ടർ ഓടി വന്നിട്ട് എന്നെ കൈ തന്നിട്ട് പ്രൈസ്തനോട് പറഞ്ഞ് അദ്ദേഹം അകത്തോട്ട് പോകും. എന്നിട്ട് അദ്ദേഹം എന്നോട് മടങ്ങി വന്നിട്ട് പറയുക, 8:45 വരെ ഞാൻ സമയം നൽകിയിട്ടുണ്ട്, അതിനു മുമ്പ് യേശു ഒരു അത്ഭുതം ചെയ്യും. സ്തോത്രം. നോക്കണമേ, ആ ഡോക്ടർ എന്നോട് പറയും യേശു ഒരു അത്ഭുതം ചെയ്യും. സ്തോത്രം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാറേ ഇവിടെ എങ്ങനായെന്ന് ചോദിച്ചു. അദ്ദേഹം പറയുക, സ്തോത്രം, ഞാനൊരു വിശ്വാസിയാ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, ഞാൻ ആ ഡോക്ടറെയും ഡോക്ടർ എന്നെയും തമ്മിൽ ആദ്യമായിട്ട് കാണുകയാ. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഒരുവനാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ ഭാഗങ്ങള പറയുന്നത്. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, പ്രൈസ്. അന്ന് രാവിലെ 8:45 മുമ്പ് 8:39 ആയപ്പോൾ പൊസിഷനെ കർത്താവ് തിരിക്കുകയാ. നിന്നവന്റെ പൊസിഷൻ, ഉദരത്തിൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന കുഞ്ഞിന്റെ സ്തോത്ര പൊസിഷനെ കർത്താവ് തിരിച്ച് ഒരു നോർമൽ ഡെലിവറി നൽകിയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവജനമെ ഓർപ്പിക്കട്ടെ, സ്തോത്രം, നമ്മുടെ സ്ഥിതി
സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ ഏത് റിസൾട്ടുകളാന്ന് പറഞ്ഞാലും അതിനൊക്കെ മാറ്റം വരുത്താൻ ഒരുത്തിന് മാത്രമേ കഴിയുള്ളൂ, നമ്മുടെ ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നിന്റെ സ്ഥിതിഗതികൾക്ക് ദൈവം മാറ്റം അയക്കുകയാ. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിച്ചല്ലോ, ഉദരത്തിൽ കിടന്ന കുഞ്ഞിന്റെ പൊസിഷനെ തിരിച്ചുകൊണ്ട് ഒരു നോർമൽ ഡെലിവറി ദൈവം ഇവിടെ നൽകിയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ചില മേഖലകളിൽ ദൈവത്തിന്റെ പ്രവർത്തി കർത്താവ് അയക്കുകയാ. ഭാരപ്പെടുന്ന ചില വിഷയങ്ങൾക്ക് ദൈവ പ്രവർത്തി കർത്താവ് അയക്കുകയാ. ആത്മാവിന്റെ ശക്തി അതിന്മേൽ വ്യാപരിച്ച് സ്തോത്രം ചില ദൈവ പ്രവർത്തികൾ കർത്താവ് അവിടെ അയക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ച് വചനം ക്രിയ ചെയ്യുകയും ദൈവാത്മാവിന്റെ ശക്തിയോടെ വ്യാപരിച്ച് ചില വിടുതലുകളെ ദൈവാത്മാവ് ഇന്ന് രാത്രി കൈമാറുകയാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വ്യക്തമായി സംസാരിക്കുകയാ. സ്തോത്രം. ചില നിലകളെ ദൈവം മാറ്റുകയാ, ചില അവസ്ഥകളെ ദൈവം മാറ്റുകയാ. ഭാരത്തോടിരിക്കുന്ന ചില വേദനയോടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ സ്ഥിതിഗതികൾക്ക് ദൈവം ആ മാറ്റം അയക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിനത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. വലിയൊരു ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവ് തുറന്നുള്ള ദിനങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി അയച്ച് ദൈവം മാനിക്കുക തന്നെ ചെയ്യും. നോക്കണമേ, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു മാറ്റം അയക്കുകയാണ്. ദാവീദിന്റെ സ്ഥിതിഗതികൾക്ക് ദൈവം ഒരു മാറ്റം അയക്കുകയാണ്. സ്തോത്രം. ദാവീദിനെ സ്തോത്രം ശൗമേൽ അഭിഷേകം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ദൈവം ശൗമേലിനോട് പറയുന്നുണ്ട്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് നിന്ന് ശൗലിനെ തള്ളി എന്നിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ചുകൊണ്ട് പുറപ്പെടുക എന്ന് പറയുക. 1 ശമൂവേൽ 16-ാം അധ്യായത്തിൽ. അങ്ങനെ കൊമ്പിൽ തൈലം കൊണ്ട് പുറപ്പെടുമ്പോൾ ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവന്റെ മക്കളിൽ സ്തോത്രം ഞാൻ ഒരുവനെ രാജാവായി കണ്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ. യഹോവ ശമൂവേൽ യിശ്ശായിയെ യാഗത്തിന് ക്ഷണിക്കുക. യഹോവയ ദൈവ ശമൂവേലിനോട് പറയുന്നത്, മുഖമോ പുക്കമോ ഒന്നും നോക്കരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിലൂടെ നോക്കുന്നു, യഹോവയെ ഹൃദയത്തെ നോക്കുന്നതൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. എന്നിട്ട് യിശ്ശായി തന്റെ മക്കളെ എല്ലാവരെയും വരുത്തുക. ഏലിയാവിനെ വരുത്തി, അമിതാദാവിനെ വരുത്തി, ശമ്മയെ വരുത്തി. എന്നിട്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇനി ആരുണ്ട് എന്ന് ചോദിക്കുക. നോക്കണമേ, അപ്പോൾ ദാവീദ് സ്തോത്രം. ഹല്ലേലൂയ. യിശ്ശായി പറയുന്നു, ഒരുവനുണ്ട്, അവൻ വനാന്തരത്തിൽ ആടുകളെ മേയ്ക്കുക. ആളയച്ചവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറയുക. നോക്കണമേ, സ്തോത്രം. അപ്പന്റെ പ്രതീക്ഷകൾക്കപ്പുറത്തായി, യിശ്ശായിയുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായി, തന്റെ സഹോദരങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായി ഈ ദാവീദിനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ ദൈവിക പദ്ധതിക്കകത്തേക്ക് ദൈവനെ കൊണ്ടുവരിക. അപ്പൻ ചിന്തിച്ചു, അഥവാ യിശ്ശായി ചിന്തിച്ചു, വനാന്തരത്തിൽ തന്നെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇവൻ ഇങ്ങനെ ഒതുങ്ങിത്തീരട്ടെ. സ്തോത്ര. സഹോദരങ്ങൾ ചിന്തിച്ചു, അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ഇവൻ ജീവിതകാലം ഇങ്ങനെ പോകട്ടെ. എന്നാൽ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ, സ്തോത്രം. ദാവീദിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. സ്തോത്രം. ആളേച്ചവനെ വരുത്തിയോട് വായിക്കുന്നുണ്ട്. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ മനസ്സിലാക്കുന്നത്, ഹല്ലേലൂയ, ശൗമേൽ തൈലക്കൊമ്പെടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്ത്. നോക്കമേ, വനാന്തരത്തിൽ കിടന്നവൻ നേരെ കൊട്ടാരത്തിൽ ചെല്ലുകയാ. സ്തോത്രം. നോക്കണമേ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അവിടെയും യിശ്ശായി ദാവീദിനോട് പറയുന്നുണ്ട്, നീ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിന് സഹോദരൻ അടുക്കൽ വേഗം സ്തോത്രം കൊണ്ടുവന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിന്റെ സഹോദരന്മാർ ക്ഷേമം ചോദിച്ച് ലക്ഷ്യം വാങ്ങി വരിക എന്നൊക്കെ 1 ശമൂവേലിന്റെ പുസ്തകം സ്തോത്രം. ഹല്ലേലൂയ. 17-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്തയക്കുമ്പോഴും ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവജനമേ ഓർപ്പിക്കട്ടെ, സ്തോത്രം. ദാവീദിന്റെ മേൽ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന്റെ മേൽ ദൈവം പകർന്ന ഒരു ആത്മശക്തി ഉണ്ടായിരുന്നു. ഇത് പ്രാപിച്ചുകൊണ്ട് താൻ മുന്നേറുമ്പോൾ സ്തോത്രം തന്റെ ജനത്തിനു നേരെ ഒരുവൻ നിന്ന് വെല്ലുവിളിക്കുക. ആ ഭാഗം നമുക്കറിയാം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശൗലിനോട് ദാവീദ് പറയുന്നുണ്ട്, ഒരിക്കൽ അപ്പന്റെ സ്തോത്രം ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കരടിയും സിംഹവും വന്നു, അവയുടെ വായിൽ നിന്നും സ്തോത്രം എന്റെ ആടുകളെ വിടുവിച്ചു. സ്തോത്രം എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്,
സഹോദരന്മാർ ചോദിക്കുന്നുണ്ട്, സ്തോത്രം, നീ എന്തു കാണാൻ ഇവിടെ വന്നു എന്നൊക്കെ ഇവിടെ ചോദിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, അവന് വലിയ പരിചയമില്ല, പടച്ചട്ട ധരിച്ചുള്ള പരിചയമില്ല. എന്നാൽ അഭിഷേകം പ്രാപിച്ച ദാവീദ്, ദൈവകൃപയുള്ള ദാവീദ്, സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തിയ ദൈവം, മാറ്റം വരുത്തിയ ദാവീദ്, അവൻ മുഖാന്തരം ഒരുവന്റെ തലയെ തകർക്കുകയാ. ഇസ്രായേൽ സ്തോത്രം, ഹല്ലേലൂയ. നോക്കണമേ, അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവഭൂമിയും അറിയത്തക്ക നിലയിൽ ഒരു ദൈവപ്രവർത്തി, സ്തോത്രം, ബാലനായ ദാവീദിൽ കൂടെ വെളിപ്പെടുകയാ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവ മക്കളെ ഓർപ്പിക്കട്ടെ, ചില പ്രതീക്ഷകൾക്കപ്പുറത്തായി, കുടുംബക്കാരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായി, സഹോദരങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്തായി, സ്വന്തം കൂടപ്പിറപ്പുകളുടെ ചിന്താഗതികൾക്കപ്പുറത്തായി നമ്മുടെ സ്ഥിതിഗതിക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. സ്തോത്രം. ദാവീദിന്റെ സ്ഥിതിഗതിക്ക് ദൈവം മാറ്റം അയക്കുകയാ, അവന്റെ രാജകൊട്ടാരത്തിലേക്ക് ദൈവം കൊണ്ടുവെത്തിക്കുകയാ. ഇന്ന് രാത്രിയിൽ വേഗത്തിൽ ഞാൻ ഓടിപ്പോകട്ടെ. സ്തോത്രം, പ്രൈസ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ, സ്തോത്രം. ദൈവകൃപ പ്രാപിച്ച ദൈവവിധനാണോ, അഭിഷേകം പ്രാപിച്ച ദൈവവിധനാണോ, ആത്മശക്തിയ ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവത്തിന്റെ പൈതനാണോ? വിശ്വസിക്കുന്ന നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പൗലോസ് പറഞ്ഞിരിക്കുക. നമ്മിൽ പകർന്നിരിക്കുന്ന ഈ ആത്മശക്തിക്ക് മുന്നിൽ ഒരൊറ്റ ശക്തിക്ക് നിൽപ്പാൻ സാധ്യമല്ല. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്. നമ്മളെ ഈ ദിവസങ്ങളിൽ 21 ഡേയ്സ് പല വിഷയങ്ങൾ കൊണ്ട് ദിവസം ഇരിക്കുക. ഞാൻ ആദ്യമായിട്ട് 21 ദിവസം ഇരുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ആർക്കും വിഷമം തോന്നരുത്. സ്തോത്രം, ഞാൻ ഇരുന്നത് എന്തിനാന്ന് ചോദിച്ച, കർത്താവേ, എന്നിൽ പകർന്നിരിക്കുന്ന ഈ ആത്മശക്തി പോരാ, അളവില്ലാത്ത തലത്തിലുള്ള ദൈവാത്മാവിന്റെ ശക്തി എന്നിൽ പകരണമേ എന്ന് പറഞ്ഞ് ദൈവസം ഇരിപ്പാനിടയായി തീർന്നു. അന്ന് 7ാമത്തെ ദിവസം അഭിഷിക്തന്മാർ ഒറ്റ വാക്യം വായിച്ചുള്ളൂ. അപ്പോസ്തല പ്രവൃത്തികളിൽ നസറേയനായ യേശുവിന്റെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാൽ അഭിഷേകം ചെയ്തു എന്ന് പറഞ്ഞപ്പോഴത്തേത് പുൽപ്പിറ്റിരുന്ന ഞാൻ, ആത്മാവിന് ശക്തി, ഉയരത്തുള്ള ദൈവാത്മാവിന്റെ ശക്തി എന്നിലേക്ക് പകർന്ന് അത് ഞാൻ, സ്തോത്രം, തെറിച്ചു പോകാനിടയായി തീരുന്നു. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി ഇത് പോരാ. പ്രൈസ്, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത ഒരു തലത്തിലേക്ക് കർത്താവേ എന്നെ എത്തിക്കണമേ. സ്തോത്രം, പ്രൈസ്. പുതിയ ഈ അഭിഷേകം, ഈ ശക്തി പോരാ. ഹല്ലേലൂയ, അളവില്ലാത്ത തലത്തിലേക്ക് എന്നെ എടുത്ത് മാറ്റണമേ എന്ന പ്രാർത്ഥനയോടിരിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മെ എടുത്ത് മാറ്റുകയായി തരും. സ്തോത്രം, പ്രൈസ്, ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. സ്തോത്രം, പ്രൈസ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ സ്നേഹത്തോട്, നന്ദിയോടെ ദൈവത്തെ ഇപ്പൊ ഇവിടെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ്, ഹല്ലേലൂയ, സ്ഥിതിഗതികൾക്ക് മാറ്റം തരുന്നവനായ ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. വീണ്ടും സ്തോത്രം, ഒത്തിരി ചിന്തകൾ എന്റെ ഹൃദയത്തിലേക്കൂടെ വരുന്നുണ്ട്. എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, തന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം നൽകി. യഹോശഫാത്ത് സ്തോത്രം, 2 തിരുവൃത്താന്തം 20-ാം അധ്യായം പഠിക്കുമ്പോൾ വായിക്കണ്ട, അവിടെ സ്തോത്രം, യഹോശഫാത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, പ്രൈസ്, തന്റെ സ്ഥിതികൾക്കെല്ലാം ദൈവയുടെ മാറ്റം അയക്കുകയാ. മക്കളമേ, സ്തോത്രം, പ്രൈസ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം 10-ാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. സ്തോത്രം. എന്നിട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. മക്കളമേ, അവിടെയും ഭക്തന്റെ ജീവിതത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ശോധനകൾ വരികയോ, 1ാമത്തെ പരീക്ഷണം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അവന്റെ പുത്രന്മാർ നഷ്ടപ്പെടുകയാ. 2ാമത്തത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഹല്ലേലൂയ, അവന്റെ സ്തോത്രം, പ്രൈസ്, ഹല്ലേലൂയ, ഇയ്യോബിന്റെ 2ാമത്തെ ഹല്ലേലൂയ പരീക്ഷ എന്ന് പറയുന്നത് അവന്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാ. സ്തോത്രം, വീണ്ടും തന്റെ ഭാര്യ തന്നെ കുറ്റപ്പെടുത്തുകയാ. വീണ്ടും മനസ്സിലാക്കാൻ സാധിക്കും, തന്റെ സ്നേഹിതന്മാർ തന്നെ ഒറ്റപ്പെടുത്തുകയാ. ഇതിലൊന്നും ഈ വചനം കൊണ്ട് പാപം ചെയ്യാതെ താൻ അവിടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണുള്ളതായത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം, ദൈവത്തെ മഹത്വപ്പെടുത്തി തന്റെ സ്നേഹിതൻ വിശദീകരിക്കുന്നില്ല, തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടിയോ ദൈവത്തോട് പ്രാർത്ഥിച്ചു, തന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റമയപ്പെടുകയായി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, സ്തോത്രം, ശോധനകൾ അടിക്കടി ഉയർന്നു വരാം, വേദനകൾ അടിക്കടി ഉയർന്നു വരാം. സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യത്തിൽ കൂടെ ജീവിതയാത്ര മുന്നേറേണ്ടി വന്നാലും അനുഗ്രഹിക്കപ്പെട്ട ദൈവം ഇതിലേ സ്തോത്രം, ദൈവത്തെ മഹത്വം എല്ലാത്തിനും സ്തോത്രം പറഞ്ഞു കഴിയുമ്പോൾ അതിൽ നമ്മുടെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം അയക്കും. സ്തോത്രം,
ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ഹല്ലേലൂയ. നന്ദിയോടെ ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാ. സ്തോത്രം, പ്രൈസ് ദി ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവർ ഓർപ്പിക്കട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്ഥിതിക്ക് മാറ്റം വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒറ്റ ഭാഗം ഓർപ്പിച്ച് സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. സമയം സ്തോത്രം, ഹല്ലേലൂയ മുമ്പോട്ട് ഓടിപ്പോകുന്നുള്ളൂ. ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാമത്തെ വചനം പഠിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. സ്തോത്രം. ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും സ്തോത്രം ഇടുവിക്കുവി. നോക്കണമേ, ആ ഭാഗം പഠിക്കുമ്പോൾ സ്തോത്രം നഷ്ടപ്പെട്ട ഒരു മകന്റെ ഉപമയാണ് ലൂക്കോസ് സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11 മുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ ആ ഭാഗം നമുക്കറിയാം. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് പങ്കു തരണമേ എന്ന് പറഞ്ഞ് സ്തോത്രം അവൻ മുതൽ പകുത്തോട് ഏറെ നാൾ കഴിയും ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്ത് പോയി ആ വസ്തു എല്ലാം നാനാവിധമാക്കി കളയുക. സ്തോത്രം, പ്രൈസ്. എല്ലാം ചെലവഴിച്ച ശേഷം അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, കഠിന ക്ഷാമം ഉണ്ടായി. അവന് മുട്ടുവന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്തോത്രം ദേശത്തിലെ പൗരന്മാർ ഒരുത്തരെ ചെന്ന് ആശ്രയിച്ചു. പ്രൈസ്. അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ, തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു എന്നൊക്കെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവന് സുബോധം വന്നിട്ട്, സ്തോത്രം, നഷ്ടപ്പെട്ടു പോയ മകൻ സുബോധം വന്നിട്ട്, അങ്ങനെ അവിടെ വായിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുള്ളവനാ നശിച്ചു പോകുന്നത് നിറഞ്ഞിട്ട്. സ്തോത്രം. ഞാൻ അവിടെ വായിക്കുന്നത്, ഞാൻ എഴുന്നേറ്റ് ആ അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാർ ഒരുത്തരെ പോലെ എന്നെ അയക്കണമേ എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ്, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ വായിക്കുന്നു, ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അപ്പോൾ അവൻ പറയുന്നത്, അപ്പാ, സ്തോത്രം, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പൻ തന്റെ ദാസന്മാരോട് പറയുന്നത് എന്താ? സ്തോത്രം, വേഗം മേത്തരമായ അങ്കി കൊണ്ട് ഇവനെ ധരിപ്പിക്കുവി. നോക്കണമേ, നഷ്ടപ്പെട്ട മകൻ മടങ്ങി വന്നപ്പോൾ, അപ്പൻ അവനോട് മനസ്സലിയുളവായി, അപ്പൻ അവനോട് കരുണ തോന്നി. നോക്കണമേ, സ്തോത്രം, അവനെ മേത്തരമായ ഒരു അനുഭവത്തിലേക്ക് പിതാവ് അവനെ കൊണ്ടെത്തുക. ഇന്ന് രാത്രി ഓർപ്പിക്കേണ്ട ദൈവജനമേ, സ്തോത്രം, ജീവിത വിശുദ്ധിയിലും ഉപദേശ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി നിലനിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, മേത്തരമായ ചില അനുഭവങ്ങൾ ദൈവം നമുക്കത് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നാം ഭാരപ്പെടുകയില്ല. നഷ്ടപ്പെട്ടു പോയല്ലോ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്നോർത്ത് വ്യാകുലപ്പെടുകയല്ല. സ്തോത്രം, ജീവിത വിശുദ്ധി ഉപദേശ വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ, സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാൻ തയ്യാറായാൽ, സ്തോത്രം, മേത്തരമായ ചില അനുഭവങ്ങൾ അഥവാ അത് ഇപ്പോൾ സ്ഥിതിഗതികൾ മാറ്റം അയച്ച് അവൻ നമ്മെ മാനിക്കുന്ന ദൈവമാണ്. ഇന്ന് രാത്രി വേഗത്തിൽ ഓടിപ്പോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കല്യാണ സദ്യ എന്ന വിഷയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ്. അപ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ വെളിപ്പാട് പുസ്തകത്തിന്റെ വാക്യം എന്റെ ഹൃദയത്തിലേക്ക് ഇന്ന് രാത്രി ഓടിയെത്തുക. 19-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. സ്തോത്രം, അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെ ഞാൻ കേട്ടത്. ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് സ്തോത്രം, ശുദ്ധവും ശുഭ്രവുമായി വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഓർപ്പിക്കട്ടെ, സ്തോത്രം, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക, ഉപദേശ വിശുദ്ധി കാത്തു
സൂക്ഷിക്കുക. ഒരു പക്ഷിക്ക് 2 ചിറകുള്ളത് പോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ദൈവത്തെ ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ദൈവജനം, സ്തോത്രം ഹല്ലേലൂയ, പ്രൈസ്, ഉപദേശ വിശുദ്ധി, സ്തോത്രം ഹല്ലേലൂയ, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. അപ്പന്റെ അടുക്കിലേക്ക് ഒന്ന് മടങ്ങി വരിക. അപ്പന്റെ അടുക്കിലേക്ക് മടങ്ങുമ്പോൾ മേത്തരമായ ചില ജീവിതാനുഭവങ്ങൾ, സ്തോത്രം, മേത്തരമായ ചില നന്മകൾ, മേത്തരമായ ആത്മീയ നന്മകൾ നൽകി അവൻ നമ്മെ ആദരിപ്പാൻ മതിയായ ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. നമ്മുടെ നാഥന്റെ വരവേറ്റവും അടുത്തിരിക്കുക. നമുക്കറിയാം, ലോകസഭകൾ ഒന്നൊന്നായി അതെല്ലാം വിളിച്ചറിയിക്കുക. സ്തോത്രം, വൈദ്യശാസ്ത്രത്തിൽ പോലും പിടിച്ചു നിൽപ്പാൻ പറ്റാത്ത നിലയിലുള്ള ഓരോ തലങ്ങളായി സ്തോത്രം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. അവന്റെ വരവിങ്കൽ നാം കൈവിടപ്പെട്ടു പോകരുത്. സ്തോത്രം, ഉപദേശ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക. ഒന്നുകൂടി പറയുക, ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്തോത്രം പ്രിയന്റെ വരവിനായി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കുക. നമ്മുടെ അപ്പന്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് അടുത്തുവല്ല. അവൻ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, അവൻ നമ്മുടെ മനസ്സലിഞ്ഞ ദൈവം. സ്തോത്രം ഹല്ലേലൂയ, മേത്തരമായ അനുഭവങ്ങൾക്ക് നൽകി നമ്മെ ആദരിക്കുന്നവനായ സർവശക്തന്റെ തിരുകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരു നിമിഷം നമ്മുടെ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവത്തിൽ അടച്ച് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വച്ചിരിക്കുന്നു. സ്ഥിതികൾക്ക് മാറ്റം തരുന്നവനായ ദൈവം, അവസ്ഥകൾക്ക് മാറ്റം തരുന്നവനായ ദൈവം, ആ സർവശക്തന്റെ തിരുകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരു നിമിഷം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്തോത്രം, അന്യഭാഷ വരലെ വെച്ച ദൈവജനം ആ നിലകളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ സ്തുതി സ്തോത്രങ്ങൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. സ്തോത്രം, നമ്മെ അറിയുന്നവനായ സ്തോത്രം സർവശക്തന്റെ തിരുകരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് ഒരുമിച്ച് ഈ രാത്രി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. ഉടബല ഹത്തല അർഗിദല ശൈതനരാദല ഉടബലരപ്തല ദീബലരംദല ശൈതനരാദല ഉടബലവര ശൈതനരാദല ഉടബലരപ്തല ദീബലരാദല ശോത്ര ഉടബലരീദല രാദല ദീബല ശൈതനരീദല ഉടബലരപ്തല ദീദലരാദല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ രക്തത്താൽ വചനത്താൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിനത്തിനായി നന്ദിയോടെ കർത്താവേ ഞങ്ങളെ മഹത്വപ്പെടുത്തുകയാ. സ്തോത്രം, ഉപവാസത്തിന്റെ പ്രാർത്ഥനയുടെയും ദൈവസഭയുള്ള കർത്താവ് 7ാമത്തെ ദിനത്തിൽ അങ്ങയുടെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി സ്വർഗീയ പിതാവ് കൈമാറിയിരിക്കാൻ നന്ദിയോടെ ഞങ്ങളെ മഹത്വപ്പെടുന്ന കർത്താവേ, തേകാൽ സ്തോത്രം. ദൈവത്തിന് ശുശ്രൂഷകനായി കർത്താവെ ഷഹിച്ചാനായി കുടുംബത്തിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബമായി തന്നെ കുഞ്ഞുങ്ങളെ ദേശത്ത് ആദരിക്കണമേ. അനേകം വരെ ദൈവത്തേക്ക് നേടുവാൻ പ്രയോജനപ്പെടുത്തുവാൻ പരിശുദ്ധത്തോട് സഹായിക്കുമാറാകണമേ. ഇവിടെയുള്ള ദൈവമക്കൾക്കായി കർത്താവെ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം, ദൈവകരങ്ങളെ കേൾപ്പിച്ച് ഇന്ന് രാത്രി പരിശുദ്ധാത്മ വചനം സംസാരിച്ചതുപോലെ വലിയൊരു ചേഞ്ച് കർത്താവേ ഇന്ന് രാത്രി സ്വർഗം കൈമാറിയിരിക്കാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുകരങ്ങളിൽ കൃപിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ ദൈവസഭയെ, ദൈവദാസനെ, കുടുംബത്തെ, അവിടെയുള്ള എല്ലാ കുടുംബങ്ങളെയും ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു അനുഗ്രഹമായി സ്വർഗം സഹായിക്കും. തിരുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ ധാരാളം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ഇങ്ങനെ അവസരം നൽകിയ സഹായിച്ചാനും കുടുംബത്തോടും അതോടൊപ്പം തന്നെ സ്തോത്രം അവിടെയുള്ള ദൈവസഭയോടും എല്ലാ ദൈവമക്കളും പ്രത്യേക നന്ദി സ്നേഹവും കർത്താവിന്റെ നാമത്തിലേക്ക് വീണ്ടും ഓർക്കുമ്പോൾ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ സഹായിക്കുമാറാണ്.